Hi, my name is Samrudha Devi MA. ഈ വർഷം 2023 RRB ക്ലർക്ക് ക്ലിയർ ആയി. ജാനുവരി 1-നാണ് റിസൾട്ട് വന്നത്. ബേസിക്കലി എൻ്റെ വീട് കോട്ടയമാണ്, കുമരകം. വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ കോഗ്നിസൻ്റ് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പഠിച്ചത് MBA ആണ്. സോ MBA HR വിത്ത് ഫിനാൻസ് ആയിരുന്നു. അതിൽ നിന്ന് ഒരു കോർപ്പറേറ്റ് ജോലിയിലേക്ക് കയറുന്ന ടൈമിലാണ് കോവിഡിൻ്റെ ടൈം വന്നത്. ബട്ട് കോവിഡ് വന്നപ്പം ഒരു ജോബ് സെക്യൂരിറ്റീസിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു ടൈമിലായിരുന്നു. സോ ഐ തോട്ട് എൻ്റെ HR ഫിനാൻസുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ ഫിനാൻസ് ചൂസ് ചെയ്യാം എന്നൊരു രീതിയിലാണ് ഞാൻ ബാങ്കിങ് സെക്ടറിലേക്ക് വന്നത്. അങ്ങനെ 2021 ഞാൻ റേസിൽ ജോയിൻ ചെയ്തു. ഓൺലൈൻ ബാച്ചായിട്ടാണ് ആ ഒരു ടൈമിൽ ജോയിൻ ചെയ്തത്. ഇവിടെ എക്സാക്ട്ലി കോഴിക്കോട് റേസിൽ വന്നിട്ട് 2022 ജാനുവരി 9-നാണ് ഞാനിവിടെ വന്നത്. എക്സാക്ട്ലി ഒരു 2 years ആകുന്നു എൻ്റെ ഒരു ഓഫ്ലൈൻ ക്ലാസ് എന്നുള്ള രീതിയിൽ. പക്ഷേ പ്രിപ്പറേഷൻസ് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 years ആയി. ഒരു 2 yearsൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2023 ഞാനൊരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈം എന്നുള്ള രീതിയിലാണ് എൻ്റെ പ്രിപ്പറേഷൻസ് കൊണ്ട്. അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. ഒരു നവംബറൊക്കെ ആയ ടൈമിലേക്കും ഒരുപാട് ഇൻ്റർവ്യൂസും എല്ലാ എക്സാംസും കിട്ടി. ബട്ട് റിസൾട്ട്സ് വരുന്നൊരു ടൈമായിരുന്നു ഈ 2023 നവംബറൊക്കെ ആയ ടൈമിലേക്ക്. അപ്പോഴേക്കും ഇൻ്റർവ്യൂസിൽ പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിനും കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ബട്ട് ഗ്രേറ്റ്ഫുള്ളി 2024 ജാനുവരി 1 റിസൾട്ട്സ് വന്നപ്പോഴത്തേക്കിനും RRB ക്ലർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി. ഇനി ബാക്കി റിസൾട്ട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ആകും എന്നറിയില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു ജേർണിയിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാനിവിടെ ഒരു സ്റ്റുഡൻ്റായിട്ട് വന്ന് ദെൻ ഒരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്ത് ദെൻ ഒരു ഫാക്കൽറ്റി ആകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കിട്ടി. ആൻഡ് ഇപ്പോൾ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഒരു നല്ല അലുമിനിയം ആകാനായിട്ട് എനിക്ക് സാധിച്ചു. ഈ എല്ലാ പൊസിഷൻസിലും ഒരു സ്റ്റുഡൻറ്റ്, മെൻറ്റർ, ഫാക്കൽറ്റി, ഒരു അലുമിനി എന്ന് പറയുന്ന എല്ലാ പൊസിഷൻസിലും എനിക്ക് പോകാൻ പറ്റിയതിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ബിക്കോസ് എല്ലാ പൊസിഷൻസിലും കൂടെ കടന്നിട്ടാണ് ഞാൻ എൻ്റെ ജേർണി അല്ലെങ്കിൽ ഈ ഒരു സക്സസ്സിലേക്ക്, ഒരു ഭയങ്കര വലിയ സക്സസ് എന്ന് പറയുന്നില്ല, ബട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്തേക്ക് ദ ജേർണി വാസ് വെരി വർത്ത് ഫോർ മൈ സക്സസ്, അല്ലെങ്കിൽ റിസൾട്ടിന് വേണ്ടിയിട്ട് ഭയങ്കര വർത്ത്ഫുള്ളായിട്ട് തോന്നിയതാണ് എൻ്റെ ഈ 3 years ഓഫ് ജേർണി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഞാൻ മെൻറ്ററായിരുന്നു, ഫാക്കൽറ്റി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ ഒരു പ്രോസസ്സിലേക്ക് എന്നെ ഇൻസ്പയർ ചെയ്ത എൻ്റെ മെൻറ്റർ തന്നെയാണ്. ഇവിടുത്തെ ഒരു മെൻറ്റർഷിപ്പ് റേസിൽ, വരാന്ത റേസിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത്, എക്സ്പോഷർ കിട്ടിയത്. ഇല്ലെങ്കിൽ ഞാൻ ഒരു റൂമിൽ അടച്ചിരിക്കുന്ന പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ല ഞാൻ. എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours പഠിക്കുന്ന ഒരാളൊന്നും അല്ല. എനിക്ക് എഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു 5 hours ഉണ്ടെങ്കിൽ ആ 5 hours മാത്രം പഠിക്കുന്നത്. പക്ഷേ ആ 5 hoursനെ ഞാൻ ഭയങ്കര സോർട്ട് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബേസിക് ബാച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ ഓഫ്ലൈൻ വന്ന ടൈമിൽ ഞാൻ എക്സ്ട്രീം ബാച്ചിലാണ് കയറിയത്. എന്നിട്ട് ഞാൻ ലാബ്, ലൈബ്രറി, ഇവിടെ ലാബ്, ലൈബ്രറി എല്ലാം ഉണ്ടായിരുന്നു. 2022 ഫുള്ളി എൻ്റെ ലാബ് ആൻഡ് ലൈബ്രറി യൂട്ടിലൈസ് ചെയ്താണ് ഞാൻ 2022 സെറ്റ് ഓഫ് എക്സാംസ് ഫുള്ള് ക്ലിയർ ചെയ്തത്. ലാസ്റ്റിലേക്ക് വന്ന ടൈമിൽ മെയിൻസ് എനിക്ക് കുറച്ച് പോയിന്റ്സിന് മിസ് ഔട്ടായി. അതുകൊണ്ട് 2022 എക്സാംസിൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അതിൽ നിന്ന് ഞാൻ റെക്ടിഫൈ ചെയ്ത് കണ്ടുപിടിച്ച കുറേ കാര്യങ്ങൾ, എൻ്റെ സ്ട്രോങ്ങർ ഏരിയ, എൻ്റെ വീക്കർ ഏരിയ. എൻ്റെ സ്ട്രോങ്ങർ ഏരിയ വാസ് റീസണിങ് ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. റീസണിങ് ആൻഡ് ഇംഗ്ലീഷ് ക്വയറ്റ് ഒരു സ്ട്രോങ് ആയിരുന്നു. അല്ലാതെ കമ്പാരിറ്റീവ്ലി ഞാൻ ക്വാണ്ടിലാണ് കുറച്ച് ഡ്രാഗ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ 2022 ഞാൻ ക്വാണ്ടിൻ്റെ പുറകെയാണ് മെയിൻസിൻ്റെ ടൈമിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ക്വാണ്ടിനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ വർക്ക് ചെയ്തത് മൊത്തം. പിന്നീടാണ് എനിക്ക് ആ എക്സാംസ് കുറച്ച് പോയിന്റ്സിൽ ക്ലിയർ ഔട്ട് ആകുന്ന മിസ് ഔട്ട് ആവുന്ന ടൈമിലാണ് ക്വാണ്ടിൻ്റെ പുറകെ പോയിട്ട് അത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. റീസണിങ്, എൻ്റെ സ്ട്രോങ്ങർ ഏരിയ റീസണിങ് ആൻഡ് ഇംഗ്ലീഷ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആക്കി കഴിഞ്ഞാൽ എനിക്ക് മെയിൻസിന് മിസ് ഔട്ട് ആയ പോയിന്റ്സിൽ എനിക്ക് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വെക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ സ്ട്രോങ്ങർ ഏരിയയിൽ ഒരു ജൂൺ, അതായത് ലാസ്റ്റ് സെറ്റ് ഓഫ് എക്സാംസ് കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പിന്നീട് നമ്മുടെ സെറ്റ് ഓഫ് എക്സാംസ്, ഈ RRB എക്സാംസ് വന്നത് ഓഗസ്റ്റിലാണ്, നോട്ടിഫിക്കേഷൻ വന്നത് ജൂണിലാണ്. സോ ആ ജാനുവരി ടു ജൂൺ എന്ന് പറയുന്ന ടൈമിൽ എക്സാക്ട്ലി ആ ഒരു ഡ്യൂറേഷനിൽ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആക്കാനായിട്ടും റീസണിങ്ങിൻ്റെ മെയിൻസ് പഠിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഫുള്ളി യൂട്ടിലൈസ് ആയത്. ഈ ഒരു ടൈമിലാണ് ഞാൻ ക്ലാസ് പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട്, കാരണം ഒരു റൂമിൽ, പിന്നീട് ഞാനിവിടെ ലൈബ്രറി ലാബ് യൂട്ടിലൈസ് ചെയ്യുന്നത് സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷൻസായി മാറി. ആ ഒരു ടൈമിൽ ഞാനൊരു ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഫീലിംഗ് വരുന്നത് കാരണം കുറച്ച് സോഷ്യലൈസ് ആകണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ സോഷ്യലൈസ് ആയാലേ കുറച്ച് എഫിഷ്യൻസി ഉണ്ടാകുള്ളൂ. അങ്ങനെയാണ് ഞാൻ പിന്നെ ഫാക്കൽറ്റി എന്നുള്ളൊരു പൊസിഷൻസിലേക്കും കൂടെ, ആ ഒരു ഇതിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് അപ്പോൾ ഒരു ഫാക്കൽറ്റി ആയിട്ടും കൂടെ കയറി. അങ്ങനെ
ആണ് മെയിൻലി എൻ്റെ റീസണിങ് ഒരു ഇമ്പ്രൂവ് ആയത്. കാരണം ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്ന ടൈമിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കത്തില്ല, ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് വൈഡായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടിയത് എൻ്റെ റിസൾട്ട്സിനെ ഭയങ്കരമായിട്ടും ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ മിസ് ഔട്ടായി പോകുന്ന സാധാരണ ചെറിയ ചെറിയ ടോപ്പിക്സിൽ നിന്നൊക്കെ മെയിൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിന്റ് ആയിരുന്നു ഇവിടുത്തെ ഓരോ ഓപ്പർച്യൂണിറ്റി. മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ്, ഞാൻ മെൻറ്റർ ആയിരുന്ന ടൈമിൽ സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എങ്ങനെയാണ് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഒരു 2 years ഓഫ് പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള എനിക്കും അല്ലെങ്കിൽ ഒരു 3 years ഓഫ് പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഒരാളും ഒരു ജസ്റ്റ് ബിഗിനറിനും തമ്മിലുള്ള എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ട്, ക്യൂരിയോസിറ്റീസ് ഉണ്ട്, അതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ഒരു മെൻറ്റർഷിപ്പിലൂടെ. അപ്പോൾ അവരുടെ ഡൗട്ട്സ് ക്ലിയർ ആക്കുന്നതിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ ഫേസ് ചെയ്ത് വന്ന കുറേ കാര്യങ്ങളാണ് ഇവരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുത്തതിലൂടെ ഞാൻ എൻ്റെ വീക്കർ ഏരിയ കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഞാൻ ഇമ്പ്രൂവ് ആയത്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരുപക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിർത്തിപ്പോയേനെ, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ ആരും ഇല്ല എന്നുള്ളൊരു തോട്ടിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരു ഫാക്കൽറ്റി, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫാക്കൽറ്റി എടുത്ത് ഒരു 1-to-1 കോൺടാക്റ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു ഞാൻ ചേർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല, ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ റിസൾട്ട്സ് കിട്ടിയില്ലെങ്കിൽ നിർത്തി പോകത്തേ ഉള്ളൂ. ഇവിടെ ഒരു മെൻറ്റർ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു ഗ്രൂപ്പ് സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാബ്, ലൈബ്രറി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ പഠിക്കാനായിട്ടുള്ള ക്ലാസ് റൂംസ്, പിന്നെ മോക്ക് എടുക്കാനായിട്ടുള്ള സൈറ്റ്സ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു റിസൾട്ട്സിലേക്ക് എത്തിയത്. അതുകൊണ്ട് എൻ്റെ റിസൾട്ട്സിനെ ഞാൻ തിരിഞ്ഞു നിന്ന് നോക്കുന്ന ടൈമിലേക്ക് ഈ ഒരു 3 years എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഈസി ആയിട്ടുള്ളൊരു ടൈമല്ലായിരുന്നു. അപ്സും ഡൗൺസും ഉണ്ടായിട്ടുണ്ട്. അപ്സിൽ കുറച്ച് ഇപ്പോൾ കിട്ടും എന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ ഇപ്പോൾ കിട്ടിയില്ല. എനിക്ക് എൻ്റെ ഒരു വളരെ വലിയൊരു ജേർണി ആയിരുന്നു. ഫാമിലി ആയാലും ഒരു പോയിന്റ് എത്തിയ ടൈമിൽ അവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, ഈ വർഷം കൂടെ നിന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആകുമോ എന്നുള്ളത്. പക്ഷെ അപ്പോഴും കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട്, സെൽഫ് കോൺഫിഡൻസ് ആണ് മോറോവർ എല്ലാത്തിനും വേണ്ടത്. കാരണം നമ്മൾ എത്ര പഠിച്ചൊരു എക്സാമിന് പോയിട്ട് ഇരുന്നാലും ആ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻസ് തീരാവുന്നതേ ഉള്ളൂ. എനിക്ക് RRB POൻ്റെ എക്സാംസിൽ ഈ ടൈമിൽ RRB PO മെയിൻസിൻ്റെ എക്സാംസിൽ ഞാൻ പോയിട്ട് വളരെ കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന ടൈമിൽ എൻ്റെ വളരെ സ്ട്രോങ്ങർ ഏരിയ റീസണിങ് ആണ് ഞാൻ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും റീസണിങ്ങിൻ്റെ പസിലുമായിട്ട് എനിക്ക് അപ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ടിൽ ഞാൻ ആ പസിലുമായിട്ടിരുന്ന് ഒരുപാട് ടൈം നശിപ്പിച്ച് അങ്ങനെ RRB PO മെയിൻസ് ഈ വർഷം കിട്ടിയില്ല. അത് കഴിഞ്ഞൊരു ഹാർഡ്ലി 6 days ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അത് കിട്ടത്തില്ല, അറ്റംപ്റ്റ് അത്ര കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു 6 days വേണമെങ്കിൽ എനിക്ക് ഇരുന്നിട്ട് ഓക്കെ ഫൈൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ അവിടെ ആ ഒരു 6 days എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു. കാരണം ആ ഒരു 6 days ഞാൻ മടുത്തിരുന്നിരുന്നെങ്കിൽ എനിക്ക് RRB ക്ലർക്ക് ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ എങ്ങനെയൊക്കെയോ മനസ്സില്ലെങ്കിലും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ക്ലിയർ ആക്കണം എന്നുള്ള രീതിയിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യമുള്ളൂ, കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഡെയിലി 24 hours ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ഇരിക്കുന്ന ഒരു 5 hours അല്ലെങ്കിൽ 3 hours ആണെങ്കിൽ ഡെയിലി 3 hours ഇതിന് വേണ്ടി കൊടുത്ത് ചെറിയൊരു ടൈം ആയാലും കൊടുത്ത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അല്ലാതെ 2-3 days വന്ന് ചെയ്തിട്ട് പോകുന്നതല്ലാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ടും കൺസിസ്റ്റൻ്റ് ആകണം. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വർക്കൗട്ട് ആവില്ല. ഇവിടെ വന്ന് കുറേ ആളുകളെ കാണുന്ന ടൈമിൽ ഓക്കെ ഫൈൻ, നമ്മൾ മാത്രമല്ല കുറേ ആളുകളും പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു 1 week ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ആളുകൾ ഇരുന്ന് പഠിക്കുന്ന ടൈമിലേക്കും വി ക്യാൻ സീ ദാറ്റ് എല്ലാ ആളുകളും പഠിക്കുവാണല്ലോ, ഞാൻ മാത്രം പഠിക്കുന്നില്ല എന്നുള്ളൊരു തോട്ടിലേക്ക് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ ക്രിയേറ്റ് ആവും. എൻ്റെ ഈ ഒരു 3 years ഓഫ് ജേർണിയിൽ ഇത് തന്നെയായിരുന്നു എൻ്റെ വീട്. കാരണം ഞാൻ ക്ലാസ്സസ് നിന്നു, പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി, കമ്പൈൻ സ്റ്റഡി എല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്തത്. പിന്നെ ക്ലാസ് എടുക്കാനായിട്ടായപ്പം എൻ്റെ സ്റ്റുഡൻസ് ഗ്യാതറിങ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നിന്ന് പിന്നെ എനിക്ക് സ്റ്റുഡൻസിലേക്കായി മാറി. മെൻറ്റർ ആയപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി കിട്ടി. പിന്നെ അതേപോലെ ഒരു കൊളീഗ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കിട്ടി. അങ്ങനെ എല്ലാം ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സറൗണ്ടിങ്ങിൽ നിൽക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഓട്ടോമാറ്റിക്കലി വേണം, കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നും. അല്ലാതെ ഞാനിപ്പോൾ വീട്ടിൽ പോയിരുന്നിരുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലാരും ഗവൺമെൻറ് ജോബ്സിനോട് ഉള്ള ആളുകളല്ല, എല്ലാവരും ഒരു ബിസിനസ് ഫീൽഡിലുള്ള ആളുകളാണ്. സോ അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്ക് പറയാം ഓക്കെ ഫൈൻ, നമുക്കെന്നാൽ ഇത് ക്വിറ്റ് ചെയ്തിട്ട് അതിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും കുറേ സപ്പോർട്ട് ചെയ്ത് തന്നെ ഇതിനായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. പക്ഷേ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ ഇതായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്വിറ്റ് ചെയ്ത് പോയേനെ. ഇവിടെ എത്തിപ്പെടാൻ പറ്റിയതും ഇതിൽ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റിയതും ഒരു സ്റ്റുഡൻറ്റ്, മെൻറ്റർ, ഫാക്കൽറ്റി, ഇപ്പോൾ ഒരു അലുമിനി, ഇത്രയും പൊസിഷൻസിലാകാൻ പറ്റിയതിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്.
സോ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടും. ഹാർഡ് വർക്ക് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു റിസൾട്ട്സ്. ഈ 2024 ജാനുവരി 1 എന്നെ അതാണ് മനസ്സിലാക്കി തന്നത്. എൻ്റെ ഒരു ഇതിൽ നിന്ന് എനിക്ക് അത്രയേ ഉള്ളൂ പറയാനായിട്ടുള്ളൂ.